അതായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. പല പ്രാവശ്യം ഉണ്ടാക്കിയും പൊളിച്ചും വീണ്ടും ചെയ്തും ഒക്കെയാണ് ഇന്നിപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ആ ഒരു രൂപത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ സന്തോഷ് ചേട്ടനും അതിനുവേണ്ടി ഒത്തിരി പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. ശ്രേയ ജയദീപ് ഏറ്റവും നന്നായിട്ടത് പാടിയിട്ടുമുണ്ട്. അപ്പോൾ സന്തോഷം. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാൻ സന്തോഷമായിട്ട് കൈമാറുന്നു. ശ്രീ അജയ് ജോസഫ് പറഞ്ഞ പോലെ ഓരോ എത്ര പടങ്ങളിൽ പാട്ട് എഴുതിയാലും അടുത്ത പടം കിട്ടുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നന്നായിട്ട് എഴുതാൻ കഴിയണേ എന്നുള്ളതാണ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം പടങ്ങളിൽ നല്ല പാട്ടുകൾ, അതായത് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ എഴുതാനുള്ളൊരു അവസരം കിട്ടുമ്പോൾ അത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മലയാളത്തിൻ്റെ ഭാഷ, അതായത് സത്യം പറഞ്ഞാൽ പാട്ടുകൾ എഴുതാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഷ മലയാള ഭാഷയാണ്. അപ്പോൾ അത് ജനപ്രിയമാകുന്ന രീതിയിൽ, ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ലളിതമായ വരികളും നല്ല ബിംബങ്ങളും ഒക്കെ ചേർന്നുള്ള പാട്ടുകൾ എപ്പോഴും എല്ലാ സിനിമകളിലും നമുക്കുണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഇതേപോലെയുള്ള വളരെയധികം ഒരു പാട്ട് വരുന്ന ഇടം, ആ വരുന്ന ഇടത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ പാട്ടെഴുതുമ്പോൾ അതിൻ്റെ സംവിധായകൻ, സംഗീത സംവിധായകൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു നല്ല പാട്ട് പിറവിയെടുക്കുന്നത്. ഈ പാട്ടിന് പിറവിക്ക് പിന്നിലെന്ന് വെച്ചാൽ ഞാനൊരു 1-2 തവണ ആദ്യം പല ആശയങ്ങൾ എഴുതിയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു ചേരുകയും അങ്ങനെ അദ്ദേഹം ശ്രീ ജോസഫ് ട്യൂൺ ചെയ്യുകയും അതിനുശേഷം ഞാൻ പാട്ട് എഴുതുകയും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴേക്കും ആണ് അതിൻ്റെ എനിക്കും സന്തോഷമായത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു സിനിമയുടെ സിറ്റുവേഷനിലേക്ക് ഇണങ്ങിച്ചേരാനും പിന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വേണമല്ലോ. എഴുതി തീർത്ത പോലെയാവുന്നത്. ഒരിക്കലും എഴുതി കഴിഞ്ഞാൽ നല്ല പാട്ട് എനിക്ക് എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നൊരു പാട്ട് അങ്ങനെ എനിക്ക് എഴുതാൻ കഴിയണം. എന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു അല്ലേ, പാടുമ്പോഴും അങ്ങനെയല്ലേ, നമുക്ക് നല്ലൊരു പാട്ട് പാടാൻ പറ്റിയെന്നൊരു തോന്നൽ ചെയ്യുന്ന ആൾക്കാർ, മ്യൂസിക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നല്ലൊരു മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞു. മലയാളത്തിന്റെ ഒരു തനിമയുള്ള പാട്ട് ചെയ്യാൻ ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഒരു മലയാള തനിമയുള്ള സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാള തനിമയുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും പഴയ കാലങ്ങളിൽ നമ്മൾ കേട്ടു വളർന്ന രീതിയിലുള്ള പാട്ടുകളാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പാട്ടുകൾ എപ്പോഴും ഇപ്പോഴത്തെ സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ കാലികമായ സിനിമയാണ്, ഇക്കാലത്തിന്റെ സിനിമയാണ്, നല്ലൊരു സന്ദേശമുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ നമുക്ക് തന്നെ പാട്ട് കൂടി ചെയ്യാൻ കഴിയുമ്പോൾ സിനിമയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ആ സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് അത് ഇണങ്ങി കഴിയുമ്പോഴേക്കും ഒരുപാട് അതിനെ ഉയർത്താൻ കഴിയും പാട്ടിന്, അല്ലേ, ആ ഒരു. അപ്പോൾ അതിന് പിന്തുണയ്ക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം തീർച്ചയായിട്ടും. പിന്നെ ബാക്കിയുള്ള